കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇറാനിൽ ഒരു വിഭാഗം പ്രക്ഷോഭം നടത്തിവരികയാണ്. ഇതിന്റെ കാരണങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ലോകം തന്നെ ഇപ്പോൾ മൂക്കത്ത് വിരൽ വെച്ചു പോകും. കാരണം ഇറാനെ തകർക്കുന്നതിൽ എല്ലാ വഴിയും അടഞ്ഞ അമേരിക്കയും ഇസ്രായേലും സ്പോൺസർ ചെയ്തതാണെന്നുള്ള ആരോപണങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അത് ശരിയും വയ്ക്കും വിധമുള്ള പ്രസ്താവനകൾ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ഭാഗത്തു നിന്നുകൂടി പുറത്തു വന്നതോടെ മൊസാദ് ചാരന്മാർ കൂട്ടത്തോടെയാണ് ഇറാനിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇപ്പോഴിതാ ട്രംപിന്റെ ഭാഗത്തു നിന്നുകൂടി മറ്റൊരു പ്രസ്താവന പുറത്തു വന്നിരിക്കുകയാണ്. സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ അക്രമമോ വെടിവയ്പോ ഉണ്ടായാൽ US അവരുടെ രക്ഷയ്ക്കെത്തുമെന്നാണ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെ ട്രംപ് ഇറാൻ ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നത്. ഇതോടെ വിഷയത്തിൽ ട്രംപിന്റെ ഇടപെടലും വെളിച്ചത്തായിരിക്കുകയാണ്. ഇറാനിൽ സുരക്ഷാ സേനയും പ്രതിഷേധക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 7 പേർ കൊല്ലപ്പെട്ടതായി രാജ്യാന്തര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സംഘർഷത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടെന്നും 13 പേർക്ക് പരിക്കേറ്റെന്നുമാണ് ഇറാൻ അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പടിഞ്ഞാറൻ ഇറാനിലെ ലോർദ്ഗാൻ, മധ്യപ്രവിശ്യയിലെ ഇസ്ഫഹാൻ എന്നീ നഗരങ്ങളിൽ സുരക്ഷാ സേനയും സമരക്കാരും തമ്മിലുണ്ടായ സംഘർഷങ്ങളിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടെന്ന് അനൗദ്യോഗിക വിവരവും പുറത്തു വന്നിരുന്നു. പാശ്ചാത്യ ഉപരോധം മൂലം സാമ്പത്തിക പ്രതിസന്ധിയിലായ ഇറാനിൽ കറൻസി മൂല്യം കുത്തനെ ഇടിഞ്ഞതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ഡിസംബറിൽ നാണ്യപ്പെരുപ്പം 42.5% ഉയർന്നത്. ഇതോടെ ഭക്ഷണത്തിനും വീട്ടുസാധനങ്ങൾക്കും തീവിലയായി. കടകളടച്ച് വ്യാപാരികളാണ് പ്രതിഷേധത്തിന് തുടക്കമിട്ടത്. പിന്നാലെ വിദ്യാർത്ഥികളും തെരുവിലിറങ്ങിയതോടെ പ്രക്ഷോഭം രാജ്യവ്യാപകമായി പടരുകയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷം ജൂണിൽ 12 ദിവസം നീണ്ട ഇസ്രായേൽ ആക്രമണവും ഇറാന്റെ സാമ്പത്തിക സ്ഥിതി വഷളാക്കിയെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിൽ നിന്നും 10 മടങ്ങ് ശക്തിയോടെ ഇറാൻ ഉയർത്തെഴുന്നേറ്റതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. വെറും 6 മാസം കൊണ്ടാണ് ഇറാൻ വീണ്ടും അമേരിക്കയെ പോലും അമ്പരപ്പിക്കുന്ന സൈനിക ശക്തിയായത്. ഇറാന്റെ ആത്മവീര്യം എന്നത് ഒറ്റയടിക്ക് പൊട്ടിമുളച്ച് ഉണ്ടായതല്ല. അതുതന്നെയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി രൂപപ്പെടാൻ ട്രംപിനെയും ബെഞ്ചമിൻ നെതന്യാഹുവിനെയും പ്രേരിപ്പിച്ചതും. കാരണം ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും സമ്പന്നവുമായ സംസ്കാരങ്ങളിലൊന്നാണ് ഇറാന്റേത്. 2500-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പിൻഗാമികൾ. ഇതൊരു സാധാരണ രാജ്യത്തിന്റെ കഥയല്ല. ഗ്രീക്ക്, റോമൻ സാമ്രാജ്യങ്ങളോട് കിടപിടിച്ച് ശാസ്ത്രത്തിലും ഗണിതത്തിലും കലയിലും ലോകത്തിന് വെളിച്ചം നൽകിയ ഒരു ജനതയുടെ കഥ കൂടിയാണ് ഇറാന്റേത്. ആധുനിക കാലഘട്ടത്തിൽ രാഷ്ട്രീയമായും സാമ്പത്തികമായും ഇറാൻ നേരിട്ട വെല്ലുവിളികൾ ഈ ചരിത്രത്തിന്റെ പിൻബലത്തിലാണ് അവർ നേരിടുന്നത്. 1979-ലെ ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ഇറാന്റെ പാത മാറുകയായിരുന്നു. പാശ്ചാത്യ ശക്തികളുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും സ്വന്തം വഴി വെട്ടിത്തെളിക്കാൻ അവർ തീരുമാനിച്ചു. 80കളിൽ നടന്ന 8 വർഷത്തെ ഇറാൻ-ഇറാഖ് യുദ്ധമാണ് ഇറാന്റെ പ്രതിരോധ ചിന്താഗതിയെ ഒറ്റയടിക്ക് മാറ്റിയത് എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് ലോകരാജ്യങ്ങൾ ആയുധങ്ങൾ നൽകാൻ വിസമ്മതിച്ചപ്പോൾ സ്വന്തം ആയുധം സ്വന്തം മണ്ണിൽ എന്ന ലക്ഷ്യം അവർ മുന്നോട്ട് വച്ചു. ഇന്ന് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ മിസൈൽ ശേഖരം ഇറാന്റെ കൈവശമാണ്. 2000 കിലോമീറ്ററിലധികം പ്രഹരശേഷിയുള്ള ഖൈബർ ഷെഖാന്ത്, സർജിക്കൽ തുടങ്ങിയ മിസൈലുകൾ ഏതൊരു ശത്രുവിനെയും ഭയപ്പെടുത്തുന്നതാണ്. കാരണം ഇത്ര കാലം കൊണ്ട് ഈ മിസൈലിന്റെ പ്രഹരശേഷി ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു ശത്രുവിനെയും ഭയപ്പെടുത്തുന്ന ഈ മിസൈൽ കൂടാതെ 10,000 കിലോമീറ്റർ അധികം യാത്ര ചെയ്ത് ശത്രുവിനെ തീർക്കാൻ ശേഷിയുള്ള കില്ലർ മിസൈലുകളാണ് ആഴ്ചകൾക്ക് മുമ്പ് ഇറാൻ പരീക്ഷണം നടത്തിയത്. എന്നാൽ ഇതൊന്നുമല്ല, ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യയാണ്. റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് പറക്കുന്ന ഷാഹിദ് ഡ്രോണുകൾ ഇന്ന് ആധുനിക യുദ്ധമുഖത്തെ വില കുറഞ്ഞതും എന്നാൽ മാരകവുമായ ആയുധമാണ്. ഇറാൻ എന്നാൽ വെറും യുദ്ധവീര്യം മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ നേരിടുമ്പോഴും ശാസ്ത്രരംഗത്ത് അവർ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. സ്റ്റെം സെൽ ഗവേഷണത്തിൽ ഇറാൻ ലോകത്ത് 2ാം സ്ഥാനത്താണ്. നാനോ ടെക്നോളജിയിൽ ആദ്യ 5 സ്ഥാനങ്ങളിൽ ഈ രാജ്യം ഇടം പിടിച്ചിരിക്കുന്നു. ഉപരോധങ്ങൾ കാരണം മരുന്നുകൾ ഇറക്കുമതി ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ക്യാൻസർ മരുന്നുകൾ ഉൾപ്പെടെയുള്ള 90% ജീവൻ രക്ഷാ മരുന്നുകളും അവർ സ്വന്തമായി നിർമ്മിക്കുകയായിരുന്നു. കൂടാതെ സ്വന്തമായി ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ശേഷിയുള്ള ചുരുക്കം രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ സിരയായ ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ലോകത്തെ മൊത്തം എണ്ണയുടെ 1/5 കടന്നുപോകുന്ന ഈ പാത ഇറാന് വലിയ തന്ത്രപരമായ മുൻതൂക്കം നൽകുന്നുണ്ട്. ഇറാഖ്, സിറിയ, യമൻ, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള ഇറാന്റെ സ്വാധീനം അവരെ മേഖലയിലെ അനിഷേധ്യ ശക്തിയായി മാറ്റുന്നുണ്ട്. റഷ്യയും ചൈനയുമായുള്ള പുതിയ സഖ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളെ മറികടക്കാൻ ഇറാനെ സഹായിക്കുന്നുണ്ട്. ബ്രിക്സ്, SCO തുടങ്ങിയ ആഗോള വേദികളിൽ ഇറാന്റെ സാന്നിധ്യം ഇന്ന് വർദ്ധിച്ചു വരികയും കൂടിയാണ്.
പ്രതിസന്ധികൾ മനുഷ്യനെ തളർത്തുകയല്ല, മറിച്ച് കൂടുതൽ കരുത്തനാക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. വെല്ലുവിളികൾക്കിടയിലും തങ്ങളുടെ സംസ്കാരവും ആത്മാഭിമാനവും പണയം വയ്ക്കാത്ത ഒരു ജനത. അവർക്ക് വേണ്ടത് യുദ്ധമല്ല, മറിച്ച് അന്തസ്സോടെയുള്ള നിലനിൽപ്പാണ്. ശാസ്ത്രത്തിലും സാങ്കേതികവിദ്യയിലും സൈനിക ശക്തിയിലും ഇറാൻ കൈവരിച്ച ഈ മുന്നേറ്റം വരും ദശകങ്ങളിൽ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കും. ഇറാന്റെ കരുത്ത് അവരുടെ മിസൈലുകളിലല്ല, മറിച്ച് അസാധ്യമായതിനെ സാധ്യമാക്കാനുള്ള അവരുടെ മനക്കരുത്തിലാണ്. മാത്രമല്ല, പശ്ചിമേഷ്യയിൽ സമാധാനം എന്നത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ കച്ചവടം മാത്രമാണ്. ലോകത്തിലെ ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ കൈവശമുണ്ടായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് വാലുപോലെ കൂടെ നിന്നിട്ടും അടങ്ങാത്ത പോരാട്ടവീര്യമുള്ള ഗാസയിലെ ജനതയെയും ഹിസ്ബുള്ളയെയും ഇറാന്റെ പോരാട്ടവീര്യത്തെ കീഴടക്കാൻ ഇക്കാലം അത്രയും നെതന്യാഹുവിന് കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിലാണ് ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ട് തുർക്കിയുടെ തെരുവുകളിൽ ജനലക്ഷങ്ങൾ ഇരമ്പിയെത്തിയത്. തണുത്തുറഞ്ഞ താപനിലയെപ്പോലും വകവയ്ക്കാതെ പുതുവർഷത്തിന്റെ ആദ്യ ദിനത്തിൽ ഇസ്താംബൂളിലെ ഗലാറ്റ പാലം സാക്ഷ്യം വഹിച്ചത് ലോകം കണ്ട ഏറ്റവും വലിയ പലസ്തീൻ അനുകൂല പോരാട്ടത്തിനായിരുന്നു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയെ അപലപിച്ചും വെടിനിർത്തൽ അർത്ഥവത്തായ ആശ്വാസം നൽകിയെന്ന അവകാശവാദങ്ങളെ തള്ളിപ്പറഞ്ഞുമാണ് ലക്ഷക്കണക്കിന് ആളുകൾ മാർച്ച് നടത്തിയത്. ഗലാറ്റ പാലത്തിൽ ഒത്തുകൂടിയ പ്രതിഷേധക്കാർ പലസ്തീൻ തുർക്കി പതാകകൾ വീശിയും ഞങ്ങൾ നിശബ്ദരായിരിക്കില്ല, പലസ്തീനെ മറക്കില്ല എന്ന മുദ്രാവാക്യമുയർത്തിയും നെതന്യാഹു ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിച്ചു. തുർക്കി ഫുട്ബോൾ ക്ലബ്ബുകൾക്കൊപ്പം 400-ലധികം സിവിൽ സൊസൈറ്റി സംഘടനകളും ഏകദേശം 50,000-ലധികം പേരും പങ്കെടുത്ത ഈ റാലി ഇസ്രായേൽ ഗാസയിൽ തുടരുന്ന ആക്രമണത്തിനെതിരായ പൊതുജനങ്ങളുടെ രോഷം എത്രത്തോളമുണ്ടെന്ന് അടിവരയിടുന്നതായിരുന്നു. വെടിനിർത്തൽ കരാറുകളുടെ പേരിൽ ലോകചരിത്രത്തിൽ ഇത്രയധികം തവണ വാക്ക് ലംഘിച്ച മറ്റൊരു ഭരണാധികാരി ഉണ്ടാകില്ല എന്നുറപ്പാണ്. അൽ ജസീറ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ തന്നെ നെതന്യാഹു എന്ന ഭരണാധികാരിയുടെ ഇരട്ടത്താപ്പുകളും ക്രൂരതയും ലോകത്തിനു മുന്നിൽ കൂടുതൽ വ്യക്തമാവുകയാണ്. സമാധാനത്തിന്റെ വക്താവായി സ്വയം അവരോധിക്കാൻ ശ്രമിക്കുന്ന ട്രംപ് നെതന്യാഹുവിനെ പുകഴ്ത്തുകയും ഗാസ വെടിനിർത്തൽ പദ്ധതി ഇസ്രായേൽ 100% പാലിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ ഇവിടെയാണ് അൽ ജസീറ ചൂണ്ടിക്കാണിക്കുന്ന ആ വലിയ ചതി ഒളിഞ്ഞിരിക്കുന്നത്. ട്രംപ് ഇസ്രായേലിനൊപ്പം നിൽക്കുമ്പോൾ അത് സത്യത്തിൽ മേഖലയിലെ സമാധാനത്തിന് തിരിച്ചടിയാകുകയാണ് ചെയ്യുന്നത്. കൂടാതെ വെടിനിർത്തൽ കരാറുകളിൽ ഒപ്പിടുമ്പോഴും അത് നടപ്പിലാക്കുന്നതിൽ നെതന്യാഹു മനഃപൂർവ്വം മെല്ലെപ്പൊക്കെ നയം സ്വീകരിക്കുന്നുണ്ട്. ശത്രുത പുനരാരംഭിക്കുവാനുള്ള വാതിൽ എപ്പോഴും തുറന്നിടുക എന്നതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രധാന ലക്ഷ്യം. ഈ ഇരട്ടത്താപ്പിന് പിന്നിൽ നെതന്യാഹുവിന് വ്യക്തമായ 4 സ്വാർത്ഥ താല്പര്യങ്ങളാണുള്ളത്. ഒന്നാമതായി, ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത വലതുപക്ഷ ഭരണകൂടത്തെ നയിക്കുന്ന നെതന്യാഹു സമാധാന കരാറുകൾ പൂർണ്ണമായി നടപ്പിലാക്കിയാൽ തൻ്റെ സഖ്യം തകരുമെന്നും അധികാരം നഷ്ടപ്പെടുമെന്നും ഭയക്കുന്നു. രണ്ടാമതായി, ഗാസയിൽ ഒരു അന്താരാഷ്ട്ര സുരക്ഷാ സേന വരുന്നത് തൻ്റെ സൈനിക സ്വേച്ഛാധിപത്യത്തിന് വിലങ്ങുതടിയാകുമെന്ന് നെതന്യാഹു തിരിച്ചറിയുന്നു. പലസ്തീൻ എന്നൊരു സ്വതന്ത്ര രാജ്യം ഉണ്ടാകുന്നത് തടയുക എന്നത് നെതന്യാഹുവിൻ്റെ എക്കാലത്തെയും വാശിയാണ്. സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയിൽ വെച്ച് പലസ്തീൻ രാഷ്ട്രത്തെ ഭ്രാന്ത് എന്ന് വിളിച്ച നെതന്യാഹു സ്വന്തം രാജ്യത്തെ പോലും വിഡ്ഢികളാക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. ഇതിനെല്ലാം പുറമെയാണ് സ്വന്തം അഴിമതി വിചാരണകളിൽ നിന്നും ആഭ്യന്തര പ്രതിഷേധങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ യുദ്ധത്തെ ഒരു മറയാക്കി മാറ്റുവാനുള്ള നീക്കം. ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ തീ കൊളുത്തി നിലനിൽപ്പിനായി ശ്രമിക്കുന്ന ഇസ്രായേൽ തങ്ങളുടെ പിന്നാമ്പുറത്ത് ഹിസ്ബുള്ളയെയും ഇറാനിയൻ സൈന്യവും ഒരുക്കുന്ന ശക്തമായ തിരിച്ചടിയിൽ ഇപ്പോഴും പകച്ചു നിൽക്കുകയാണ്. ഇറാനും ഹിസ്ബുള്ളയും തീർത്ത പ്രതിരോധത്തിന്റെ വൻമതിലുകളെ തകർക്കാൻ ഇസ്രായേലിന്റെ ചാരസംഘടനകൾക്കോ സൈന്യത്തിനോ സാധിക്കില്ലെന്ന് ഓരോ ദിവസവും തെളിയുകയാണ്. ഗാസയിലെ ജനങ്ങളും ഹിസ്ബുള്ളയും കേവലം സൈനികരല്ല, അവർ അതിജീവിതത്തിനായി പോരാടുന്നവർ കൂടിയാണ്. ബോംബുകൾക്ക് തകർക്കാൻ കഴിയാത്ത അവരുടെ ഈ പോരാട്ട വീര്യത്തെ തോൽപ്പിക്കാൻ ഒരു അത്യാധുനിക ആയുധത്തിനും കഴിയില്ല. ഗാസയിലെ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണീരോ അന്തസ്സോടെ ജീവിക്കാൻ കൊതിക്കുന്ന സ്ത്രീകളുടെ ദുരവസ്ഥയോ അയാളെ ബാധിക്കുന്നില്ല. ട്രംപിനെ പോലൊരു ലോക നേതാവിൻ്റെ പിൻബലത്തിൽ തൻ്റെ നുണക്കഥകളെ സത്യമാക്കി അവതരിപ്പിക്കാൻ നെതന്യാഹു ശ്രമിച്ചിരിക്കുന്തോറും ഇറാൻ അതിനെ ശക്തമായി പ്രതിരോധിച്ചത് കൊണ്ട് തന്നെ ഏതു നിമിഷവും ഒരു യുദ്ധത്തിൻ്റെ വക്കിലേക്ക് എന്ന സൂചനകൾ തന്നെ തുറന്നിട്ടിരിക്കുകയാണ്.